എൻ്റെ പനൊക്കെ തിരിച്ചു കിട്ടാൻ അപ്പം മാത്രമുള്ളൂ. അസ്സലാമലൈക്കും. ഇതിൻ്റെ അപ്പയാണ്. ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല. നിങ്ങളൊക്കെ സഹായിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എൻ്റെ പനൊക്കെ തിരിച്ചു കിട്ടാൻ അപ്പം മാത്രമുള്ളൂ. അസ്സലാമലൈക്കും. എൻ്റെ ഭർത്താവാണ് ഇരിക്കുന്നത്. 2 കിഡ്നി വീക്കാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും സഹായം വേണം. ഞങ്ങൾ ജീവിക്കാൻ തന്നെ ഞങ്ങൾക്ക് മാർഗമില്ലാണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു വീട് പോലും ഇല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട്. നിങ്ങളെല്ലാവരും സഹായം വേണം ഞങ്ങൾക്ക്. അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ ആഷിഫ് മന്ദലാവെന്നാണ്. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിക്കടുത്ത് പെരിച്ചകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. യൂസഫ് കാടെ ദയനീയാവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വളരെയധികം വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മുമ്പിൽ ഈ ഒരു കുടുംബം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. കിഡ്നി മാറ്റിവെക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല ഈ കുടുംബത്തിന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു രോഗിയാണ്. ആ മോൻ്റെ വിഷമം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ നാഥനാണ് ഇദ്ദേഹം. 3 വർഷം മുമ്പ് ഇദ്ദേഹം പ്രവാസിയായിരുന്നു. സൗദിയിൽ നിന്ന് വന്ന് ഇപ്പം നാട്ടിലൊരു പശുവിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ കുടുംബത്തിന് വളരെ പെട്ടെന്ന് ഈ ഒരു വേദനയിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്രയും അർഹതപ്പെട്ട ഒരു കുടുംബമായതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയുമായിട്ട് ഞാനും സലീംക്കയും വന്നിട്ടുള്ളത്. എന്തായാലും സലീംക്ക ഇവരെ കുറിച്ചിട്ട് കൂടുതൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഇവർ എൻ്റെ അടുത്ത നാട്ടിൽ തന്നെയാണ്, മറഞ്ചേരി പെരിച്ചത്ത്. ഞങ്ങളൊരു ചെറിയ സഹായം നൽകാമെന്ന ഉദ്ദേശത്തോടു കൂടി വന്നപ്പോഴാണ് ഇവരുടെ പരിതാപകരമായ അവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ മിടുക്കനാണ് ഈ മകൻ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എൻ്റെ ഉപ്പയെ എനിക്ക് തിരിച്ചു തരണം, നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കാൻ ഇപ്പം ഞങ്ങളെ കൊണ്ട് ഒരു വഴിയില്ലാന്ന്. അത്രക്കധികം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിക്കുന്നത്. ചികിത്സിക്കാൻ വകയില്ല. ഇപ്പോൾ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ ഡയാലിസിസ് പോലും നടന്നു പോകുന്നത്. ഇപ്പോൾ ഒട്ടും പറ്റാത്ത ഒരവസ്ഥയുമായിട്ടാണ് നമുക്ക് മുമ്പിൽ വീഡിയോയിൽ ഇവർ സഹായം അഭ്യർത്ഥിക്കുന്നത്. അത്രക്കും അർഹതപ്പെട്ട ഒരു കുടുംബം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. യൂസുഫയുടെ അവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കുക എന്നത് മാത്രമാണ് ഒരു മാർഗം. നല്ലവരായ സജീവ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങൾ, ഇത് കണ്ടില്ല എന്നടിക്കരുത്. ഈ കുടുംബത്തെ കൈവിടരുത്. കൂട്ടുകുടുംബമായിട്ടാണ് ഇവർ ഇവിടെ കഴിയുന്നത് തന്നെ. ഇവർക്കൊരു വീട് പോലും സ്വന്തമായിട്ട് ഇതുവരെ ആയിട്ടില്ല. ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അത്രക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു സഹായം നിങ്ങൾക്ക് മുമ്പിൽ ചോദിക്കുന്നത്. ആരും കൈവിടില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ മകന് നമ്മൾക്ക് അവൻ്റെ ഉപ്പയെ തിരിച്ചു കൊടുക്കണം. ഈ കുടുംബത്തിനെ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളൊക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർത്തും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുകൂടെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരുടെ ഉപ്പയെ, ആ സഹോദരിയുടെ ഭർത്താവിനെ നമുക്ക് തിരിച്ചു കൊടുക്കണം. അദ്ദേഹം നിലവിൽ ചെയ്തിരുന്നത് പോലെ ആരോഗ്യത്തോടെ തിരിച്ചു വന്ന്, ഈ കിഡ്നി മാറ്റി വെച്ച ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് ഈ കുടുംബത്തെ ജോലി ചെയ്ത് തന്നെ പോറ്റാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കണം. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 100-200 രൂപ ഇട്ട് കൊടുത്തിട്ട് ഈ കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.